നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരം 1201 ഇടവമാസം 26-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചക്കാലം, അതായത് 2026 ജൂൺ 9 മുതൽ 15 വരെയുള്ള സമയം. ജൂൺ 15 കഴിഞ്ഞാൽ പിന്നെ മിഥുന മാസമായി. ഇവിടെ ഇടവമാസത്തിലെ അവസാനത്തെ വാരത്തിൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. ഇവിടെ നാം ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഈ ദിനത്തിൽ ഗ്രഹസ്ഥിതിയും കൂടി നമുക്ക് ചിന്തിക്കാം. മേടൻ രാശിയിൽ ചൊവ്വയും, ഇടവൻ രാശിയിൽ ആദിത്യനും, മിഥുൻ രാശിയിൽ ബുധനും, കർക്കിടകത്തിൽ വ്യാഴവും ശുക്രനും, ചിങ്ങൻ രാശിയിൽ കേതുവും, കന്നി രാശിയിൽ ഗുളികനും, കുംഭൻ രാശിയിൽ രാഹുവും, 12-ാം രാശിയിൽ അവസാനത്തെ രാശി അന്ത്യരാശിയിൽ ശനിയും ചന്ദ്രനുമാകുന്നു. ഓരോ രാശിക്കാരുടെയും എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങൾ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ശുക്രൻ മാത്രമാണ് കർക്കിടക രാശിയിലേക്ക് മാറിയിരിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. വ്യാഴം ജൂൺ 2-ാം തീയതി തന്നെ കർക്കിടകത്തിലേക്ക് തന്നെ ഉച്ചനക്ഷത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ചന്ദ്രൻ മീനൻ രാശിയിലാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ, ഈ വാരഫലം ചർച്ച ചെയ്യുന്ന സമയത്ത് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ തുലാൻ രാശിക്കാർക്ക് ഈ വാരത്തിൽ 5-ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹുവും, 6-ാം ഭാവത്തിൽ ചന്ദ്രനും ശനിയും, 7-ാം ഭാവത്തിൽ ചൊവ്വ, 8-ാം ഭാവത്തിൽ സൂര്യൻ, 9-ാം ഭാവത്തിൽ ബുധൻ, 10-ാം ഭാവത്തിൽ വ്യാഴം ശുക്രൻ, 11-ാം ഭാവത്തിൽ കേതു. തുലാരാശിക്കാർക്ക് രാശ്യധിപനായ ശുക്രൻ വ്യാഴത്തോടുകൂടി യോഗം ചെയ്ത് 10-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലത്. ഇവിടെ കർമ്മമേഖലയിൽ വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാകാം. കർമ്മസ്ഥാനത്ത് വ്യാഴവും ശുക്രനുമുണ്ട്. അവിടെ സൗമ്യ പദ്ധതി മണ്ഡപ അമരഗൃഹാദ്യുൽപാദനം കർമ്മണാം ആജ്ഞ ആലംബനീയോശ്ച സിദ്ധിഹി ദാസാവാപ്തി കീർത്തിയുദ്ഗമാഹ. ഇവിടെ ദേവാലയങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ, തൻ്റെ ധർമ്മദൈവങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വ്യാപൃതരാവാൻ തുലാൻ രാശിക്ക് കഴിയും. കാരണം തുലാൻ രാശിയുടെ സ്വഭാവം എന്താണ്? വരാഹമിഹിര ആചാര്യൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദേവബ്രാഹ്മണ സാധു പൂജനരഥ. ദേവനെയും സജ്ജനങ്ങളെയും ഒക്കെ പൂജിക്കും. ദൈവികമായ വിഷയങ്ങളോട് വളരെയധികം താല്പര്യമുള്ളവരാകുന്നു തുലാൻ രാശിക്കാർ. അതിനാൽ ധർമ്മദൈവങ്ങൾ, അപ്രകാരം ദേവാലയങ്ങളുമായി ബന്ധപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി വളരെയധികം സഹകരിക്കേണ്ട യോഗമുണ്ട്. പക്ഷെ അവിടെയെല്ലാം തന്നെ കർമ്മപതിയായ ചന്ദ്രൻ ശനിയോടുകൂടി എവിടെ നിൽക്കുന്നു? 6-ാം ഭാവത്തിൽ നിൽക്കുന്നു, ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു. താൻ എന്ത് ചെയ്താലും തൻ്റെ പിറകെ ശത്രുക്കളുണ്ടാവും. കർമ്മമേഖലയിലായാലും ധർമ്മദൈവ വിഷയത്തിലായാലും ഒക്കെ തന്നെ ഉപകാരം ചെയ്ത അവസാനവും ഉപദ്രവം ഫലമായി വാങ്ങുന്ന വാരമാണിത്. വളരെ ശ്രദ്ധിക്കണം. കാരണം തുലാൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമാണ് ബന്ധൂനാം ഉപകാരകൃതി വിരുചിതഃ തെക്തഃ ദേഹി സപ്തമേ. ബന്ധുക്കൾക്ക് ഉപകാരം ചെയ്ത അവസാനം അവരാൽ പരിത്യജിക്കപ്പെടും. അത് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും. അതിനാൽ കർമ്മമേഖലയിൽ മറ്റുള്ളവർക്ക് അന്യന് പരസഹായം ചെയ്ത് പലർക്ക് സഹായം ചെയ്ത അവസാനം തനിക്ക് ശത്രുത വന്ന് തൻ്റെ ജോലിയെ ബാധിക്കാതെ നോക്കണം. എത്രയോ പേരുണ്ട് അങ്ങനെ. മറ്റുള്ളവരെ സഹായിച്ച അവസാനം സ്വന്തം അസ്തിത്വത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ സംജാതമാകും. ഇവിടെ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ദാമ്പത്യത്തിലുള്ള പാർഷ്യൽ സെപ്പറേഷനൊക്കെ സൂചിപ്പിക്കുന്നു. 8-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് അത്ര ശുഭമാണോ? ശുഭമല്ല. സ്ത്രീ സംബന്ധമായ ചില അപഖ്യാതികളും പേരുദോഷങ്ങളൊക്കെ വരാൻ വളരെയധികം സാധ്യതയുള്ള വാരമാണ്. ക്രിയാലംബടസ്ഥ അഷ്ടമേ അഷ്ടഭാഗി വിദേശീയതാരാൻ ഭജത് വാപ്യ വസ്തു. ദേശം വിട്ടുപോയ സ്ത്രീ ആഗ്രഹിക്കുക, തനിക്ക് ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കുക. അതിനാൽ സ്ത്രീ സംബന്ധമായ അപഖ്യാതികളും പേരുദോഷങ്ങളും വരും. പലപ്പോഴും യഥാസമയത്ത് ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ അധികാരികളിൽ നിന്നോ തനിക്ക് അപ്രിയം നേരിടേണ്ടി വരുന്ന സമയവുമായിരിക്കും ഇത്. ശ്രദ്ധിച്ചു കൊള്ളണം. പലപ്പോഴും ആദ്യ വിവാഹത്തിലുള്ള പരാജയം പുനർവിവാഹത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു നല്ല സമയം കൂടിയാണ്. ആദ്യ വിവാഹവുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളൊക്കെ പറഞ്ഞു തീർത്ത്, പരസ്പരം ഡൈവേഴ്സുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് മറ്റൊരു വിവാഹത്തിലേക്ക് യുവതി യുവാക്കൾക്ക് കയറുവാനുള്ള സമയമാണ്. അതിനിടയിൽ
ജൂൺ 15 വരെയുള്ള സമയം വളരെയധികം ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന കേസുകൾ അഭിമുഖീകരിക്കേണ്ടി വരും തുലാം രാശിക്കാർക്കെന്നറിയുക. നിർബന്ധമായും ഇവിടെ ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ, പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക. അതിനുമപ്പുറം ശത്രുദോഷം മാറാൻ നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം? നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിൽ നാളികേരം കൊണ്ട് മുട്ടറക്കുന്നത് വളരെ ഗുണകരമാകുന്ന ദിവസമായിരിക്കും. ചൊവ്വാഴ്ച ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ വാരത്തെ കാക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.